വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. US ഓയിലിന്റെ മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് FEGയിലാണ് നിൽക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു FEGയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഒന്ന് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. എനിവേ അത് എവിടം വരെ വരും, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. അതിനു മുന്നേ US ഓയിലിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിന്റെ പ്രത്യേകത നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കാണാം. എന്തായാലും ആ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 60.968 ആണ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയിട്ടാണ്. ഇവിടെയും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കാണാം ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു ലെവലിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട രണ്ട് ഏരിയ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള FEGയിലാണ്. മാർക്കറ്റ് വീഴുന്ന സമയം, അതായത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തൊരു FEG ആണ്. ആ ഒരു FEGയിൽ നിന്ന് ഇന്ന് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ, അതായത് തലേ ദിവസം കഴിഞ്ഞ ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിന്റെ താഴോട്ടേക്ക് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഒരു എൻഗൾഫിങ്ങോ മറ്റോ ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അത് സംഭവിക്കാൻ പോകേണ്ടതാണ്. നമുക്ക് ഇന്ന് വേണ്ടത് ഒരു ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിന് വേണ്ട സെറ്റപ്പ് ഒന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 1 അവറിൽ പോയിട്ട് കീ ഏരിയാസ് മാർക്ക് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, നമ്മളിപ്പോ മാർക്ക് ചെയ്തതിന്റെ തൊട്ട് മുകളില് റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ആ ഒരു സോണിനെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പൊ ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. 61.865, അതുപോലെ 61.295 ആണ്. ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത ഒരു ലെവലാണ്. അപ്പൊ ആ ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഡെയിലി മാർക്ക് ചെയ്ത പ്രൈസ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കണ്ടാൽ മതി. ഇപ്പൊ മാർക്ക് ചെയ്ത സോണിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 60.180, അതുപോലെ 59.589 ആണ്. ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ലെവൽ എന്ന് പറയുന്നത് അടുത്തത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയതാണ്. അപ്പൊ ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 57.962, അതുപോലെ 57.504 ആണ്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഇവിടെ കാണാം. നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്ന ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയനെയും കൂടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 63.612, അതുപോലെ 63.004 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ FEGയിലാണ്. വൺ ഡേ FEGയിൽ എടുത്തതിന് ശേഷം ഒരു മൂവ്മെന്റ് താഴോട്ടേക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല. ചെറുതായിട്ട് ഒന്ന് ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഒരു മൂവ്മെന്റ് കിട്ടണമെങ്കിൽ കുറച്ച് മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും ഒരു ക്വിക്ക് ട്രേഡിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നൊരു ഫോൾ വന്നു. വീണ്ടും ഒരു ഫോൾ വരുന്നുണ്ട്. ഫോൾ വരുന്ന സമയത്ത് റിവേഴ്സൽ പാറ്റേൺ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഈവനിങ് സ്റ്റാറിലേക്ക്, അതായത് എക്സ്പെഷ്യലി മാർക്കറ്റ് ഈ ഒരു 50 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് സ്റ്റാറിലേക്ക് ഒരു പക്ഷെ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന്, അതായത് ഈ ലെവൽ എന്ന് പറഞ്ഞ ഏരിയ, അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കി ഇടുന്നുണ്ട്. പ്രൈസും ഒന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇതുപോലുള്ള ക്യാൻഡിലുകളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല റിജക്ഷൻ ക്യാൻഡിൽ ആണെങ്കിൽ ഒരുപക്ഷെ ട്രേഡ് മുകളിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക, താഴോട്ടായിരിക്കില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നല്ലൊരു സാധ്യത എന്ന് പറയുന്നത് 50 മിനിറ്റ്സിൽ ബൈ സാധ്യത കാണുന്നത്
ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് എത്തുന്ന സമയത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ സോണിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു നല്ലൊരു കൺഫർമേഷൻ കാണിക്കുകയാണ്, ഒരു ബൈ കൺഫർമേഷൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു എൻട്രി വരികയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് എന്തെങ്കിലും നല്ലൊരു പാറ്റേൺ, അതായത് റിവേഴ്സൽ പാറ്റേൺ, സെല്ലിംഗ് പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഈ ടാർഗറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടാർഗറ്റ് ഈ ഒരു ലൈനാണ്, നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ലൈനാണ്. വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ സോണാണ് അടുത്ത ടാർഗറ്റ് വരുന്നത്. ഈ സോണും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 62 വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അത് പക്ഷെ ഇന്ന് സംഭവിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഡേ FEGയിൽ നിന്നാണ് ഇപ്പൊ ഈ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഈ 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയയായ ഈ ഒരു ലെവൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ട് വീണ്ടും പോവാം. വീണ്ടും പോയി കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നും കൂടി താഴോട്ടേക്ക് ഇമ്പോർട്ടന്റ് ആയ അടുത്ത ലെവലിലേക്ക്, അതായത് ഈ ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഏരിയയിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പ്രധാനപ്പെട്ട 2 ഏരിയ 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 58.864, അതുപോലെ തന്നെ 58.480 ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ട്രേഡ് എടുക്കുന്ന ആളുകൾ കീ ഏരിയാസിൽ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നല്ലൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയി ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.